ഏവർക്കും നമസ്കാരം. ഈ വരുന്ന സെപ്റ്റംബർ 23-ാം തീയതിയാണ് നമ്മുടെ സ്കൂൾ തല പ്രതിഭാ ക്വിസ്. അപ്പോൾ എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം ഏതാണ്? ഉത്തരം കോട്ടയം. കാക്കേ കാക്കേ കൂടെവിടെ എന്നു തുടങ്ങുന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോറാണ്. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാര്? ഉത്തരം PC കുട്ടിക്കൃഷ്ണൻ. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണ്? ഉത്തരം ചൈന. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഗാന്ധിജി. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആത്മകഥയാണിത്. കമലാ സുരയ്യ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കമലാ സുരയ്യ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സാഹിത്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. എന്നാൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ചോദിച്ചാൽ കേരളത്തിൽ കണ്ണൂരാണ്. പക്ഷിപാതാളം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാടാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല കൂടിയാണ് വയനാട്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗഫാർ ഖാനെയാണ് നാം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ലോക പരിസ്ഥിതി ദിനം എല്ലാ വർഷവും ജൂൺ മാസത്തിലെ ഏത് ദിനത്തിലാണ് നാം ആചരിക്കുന്നത്? ജൂൺ 5-നാണ് നാം പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. അടുത്തതായി ജനഗണമന എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് ദേശീയ ഗാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23-ആണ് ലോക പുസ്തക ദിനം. അടുത്ത ചോദ്യം, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത തൊഴിൽ മേഖല ഏതാണ്? ഏറ്റവും പരമ്പരാഗത തൊഴിലാണ് കയർ വ്യവസായം. ഉത്തരം കയർ വ്യവസായം. അടുത്ത ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ആരംഭിച്ചത് കൊച്ചിയിലാണ്. ഉത്തരം കൊച്ചിയിലാണ്. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമേത്? ഉത്തരം കേരളമാണ്. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിച്ചത് കേരളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ലയും ഏതാണ്? കാസർഗോഡ് തന്നെയാണ് കേട്ടോ. അടുത്തത്, കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്?
വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ ആണ് കേട്ടോ. അടുത്തത്, ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം ഏതാണ്? ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറമാണ് കറുപ്പ്. ഉത്തരം കറുപ്പാണ് കേട്ടോ. അടുത്തത്, KSRTCയുടെ ആസ്ഥാനം. KSRTCയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തിന് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാം.